സെക്രട്ടേറിയറ്റ് വനിതാ വേദി ഒരു രുചി ഫെസ്റ്റ് നടത്തുകയാണ്. പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് തുടങ്ങുന്നതാണ്. വനിതാ വേദിയുടെ ഒരു അഭിമാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളിതൊരു ചാരിറ്റിയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വർഷം കഴിയുന്തോറും കാരണം കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മളിലൂടെ RCCയിലെ ഏറ്റവും നിർധനരായ അമ്മമാർക്കാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കിട്ടുന്ന ആ മൂല്യം അവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. നമസ്കാരം. സെക്രട്ടേറിയറ്റ് വനിതാ വേദി ഒരു രുചി ഫെസ്റ്റ് നടത്തുകയാണ്. 15 വർഷത്തോളമായി ഈ സെക്രട്ടേറിയറ്റ് വനിതാ വേദി രുചി ഫെസ്റ്റ് നടത്തി വരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതലാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റ് നടത്തുവാൻ തുടങ്ങിയത്. എന്തായാലും ഒരു കാരുണ്യത്തിൻ്റെ കരസ്പർശം എന്നോളമാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. ഈ ഒരു പരിപാടിയിൽ നിരവധി വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തന്നെയാണ് മലബാർ വിഭവങ്ങൾ തൊട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള നിരവധി വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ വിഭവങ്ങൾ വിൽക്കുന്നു. ഈ വിറ്റ് കിട്ടുന്ന പണം സ്വരൂപിച്ച് RCCയിലെ 10 നിർധനരായ രോഗികൾക്ക് കൈമാറുമെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. എന്തായാലും 15 വർഷത്തോളമായി സെക്രട്ടേറിയറ്റ് വനിതാ വേദി നടത്തി വരുന്ന ഒരു ഫെസ്റ്റാണ് ഇത്. പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് തുടങ്ങുന്നതാണ്. വനിതാ വേദിയുടെ ഒരു അഭിമാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളിതൊരു ചാരിറ്റിയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വർഷം കഴിയുന്തോറും വൻ വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് മെയിനായിട്ട്. അതായത് ഒരു ചാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലും ഞങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്പോൺസറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് കിട്ടുന്ന ഒരു ലാഭവിഹിതം വെച്ചിട്ട് ഞങ്ങൾ ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഇത്. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് വിഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. കാരണം ഈ ഒരു 3-4 ദിവസമായിട്ട് വനിതാവേദി പ്രവർത്തകരെല്ലാം തന്നെ ഓഫീസ് ജോലിയോടൊപ്പം ഇതിൻ്റെ പുറകിലാണ്, രാത്രി പകലെന്നില്ലാതെ. കാരണം ഇതൊരു വലിയ വിജയമാക്കി തീർക്കണം എന്നുള്ളതും അതോടൊപ്പം ഭക്ഷണമാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും ഇതിൻ്റെ പുറകെയാണ്. നമ്മുടെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മളിലൂടെ RCCയിലെ ഏറ്റവും നിർധനരായ അമ്മമാർക്കാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കിട്ടുന്ന ആ മൂല്യം അവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത് RCCയിൽ ചെന്ന് നേരിട്ട് നമ്മൾ ഏറ്റവും അർഹരായവരാരാണോ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ച് സോഷ്യൽ വർക്കർമാരുമായി സംസാരിച്ച് ഏറ്റവും അർഹരായിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് അവരുടെ കൈകളിലേക്കാണ് ഇത് നമ്മൾ എത്തിക്കുന്നത്. കാരണം നമ്മുടെ വനിതാവേദി എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലെ വനിതാ സംഘടനകളിൽ ഏറ്റവും പ്രബലമായ ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇത്രയും വിശാലമായ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അഭിമാനമാണ്. വീട്ടിൽ നിന്നാണോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? ഓൾമോസ്റ്റ് വിഭവങ്ങളെല്ലാം നമ്മൾ വെളുപ്പിനെ എണീറ്റ് അല്ലെങ്കിൽ തലേ ദിവസമേ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ബൾക്കായിട്ടുള്ളത് നമ്മൾ വീടുകളിൽ ആളെ വെച്ച് ചെയ്യിച്ചിട്ട് കൊണ്ടുവരും. ഒറ്റൊരു ദിവസത്തെ ഫെസ്റ്റാണ്. ഒറ്റൊരു ദിവസം. ഇതിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കിനെ വൻ ജനപങ്കാളിത്തമാണ്. സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരും എനിക്ക് തോന്നുന്നു 1000-ന് പുറത്ത് ആൾക്കാർ ഉച്ചയാകുമ്പോഴേക്കും ഈ വേളയിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് നിങ്ങൾ ഒന്നുകൂടെ വന്ന് നോക്കിയാൽ അറിയാം എല്ലാ സ്റ്റാളുകളും കാലിയായിരിക്കും. അപ്പം നമ്മുടെ എഫേർട്ടിനുള്ള ഫലമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. എന്തൊക്കെ ഐറ്റങ്ങളുണ്ട്? ഐറ്റങ്ങൾ ചുരുക്കി എന്ന് പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് ഞാൻ കണ്ടു. നമ്മൾ ഈ ചിക്കൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് നമ്മൾ മലബാറിൽ കുറേ ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്. അത് നേരത്തെ പാചകം ചെയ്ത് അതുകൊണ്ട് ആ വടക്കൻ വിഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാ വർഷത്തെയും പിന്നെ അല്ലാതെ മലബാർ സ്നാക്സ് നമ്മൾ മലബാറിലുള്ള ആളെ കൊണ്ട് വെച്ച് ചെയ്യിക്കണം. നമുക്ക് എത്രയും പറ്റുന്നില്ലല്ലോ ഓഫീസിലും കൂടെ. അതുകൊണ്ട് നമ്മൾ ആളെ വെച്ച് മലബാർ സ്നാക്സ് ഐറ്റംസ് ചെയ്യിക്കുന്നുണ്ട്. അതോടൊപ്പം ചിക്കൻ്റെ എല്ലാ ഐറ്റങ്ങളുണ്ട്, കേക്കുകളുണ്ട്, വൈനുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോൾ കയറി നോക്കിയാൽ അറിയാം. ഈ സ്റ്റോളിൽ ഇല്ലാത്തൊന്നുമില്ല. കപ്പ, മീൻകറി. ഇത് നമ്മുടെ കൂടെ നമ്മുടെ അസോസിയേഷൻ നമുക്ക് പിൻബലം തരുന്നുണ്ട്. അവരുടെ എല്ലാ പൂർണ്ണമായ പിന്തുണയോട് കൂടിയാണ് നമ്മളിത് ഇത്രയും വിജയമാക്കി തീർക്കുന്നത്. കാരണം രാത്രികളിലെല്ലാം നമുക്ക് ഈ സ്റ്റേജ് സെറ്റ് ചെയ്യാനും ഫ്ലെക്സ് വെക്കാനും ഒക്കെ അവരുടെയും കൂടെ സഹായം ഉണ്ടായാൽ മാത്രമേ അവർ നമ്മുടെ ബാക്ക് ബോണായി നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും വിജയത്തിലോട്ട് ഈ 15-ാമത്തെ വർഷത്തിലോട്ട് കടന്നു. യോജിച്ചാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ വനിതാ വിഭാഗമായ വനിതാവേദി മാത്രമേ ഉള്ളൂ. വനിതാവേദിയിലെ ഏറ്റവും നല്ല
ഊർജ്ജസ്വലരായ അംഗങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് ശരിക്കും നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടറിയില്ലേ, അതിലും എഫേർട്ട് എടുക്കണം ഇതിന്. അങ്ങനെയാണ്, കാരണം നമ്മളെല്ലാവരും ഉദ്യോഗസ്ഥരും കൂടിയാണ്. അപ്പോൾ അതിനുള്ള ആ സമയം കണ്ടെത്തി നമ്മളിത് എത്രയും വിജയകരമായി തീർക്കും. മലബാറുകാരി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലബാർ വിഭവങ്ങൾ കൂടുതലാണോ? മലബാർ വിഭവങ്ങൾ കൂടുതലാണോ വെച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ആ പറ്റുന്ന രീതിയിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലുമ്മക്കായ നിറച്ചതുപോലുള്ള സ്നാക്സ്. കല്ലുമ്മക്കായ നിറച്ചത് ഇന്നലെ കൊണ്ടുവന്ന് ഇവിടെ നടക്കൂല, അത് ചീത്തയാവും. ഇന്നിവിടെ ഉണ്ടാക്കണം, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. അല്ലാതെ കിണ്ണത്തപ്പം, കലത്തപ്പം, അരിയുണ്ട, ഉണ്ണിയപ്പം അങ്ങനത്തെ സാധനങ്ങൾ. എന്തായാലും ഒരു ദിവസം മാത്രമുള്ളൊരു രുചി ഫെസ്റ്റാണ് ഇത്. നിരവധി വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിയുക്ത കൗൺസിലറായ ശ്രീ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിലെത്തിയിരിക്കുന്നു. അതുകൂടാതെ രമേശ് ചെന്നിത്തലയായിരുന്നു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം ബാംഗ്ലൂരിൽ ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശ്രീ അനിതയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൂടാതെ മുട്ടട വാർഡിലെ നിയുക്ത കൗൺസിലറായ വൈഷ്ണ സുരേഷും നിലവിലിപ്പോൾ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഏറെ കാരുണ്യസ്പർശമായ ഒരു പരിപാടിയാണ് സെക്രട്ടേറിയറ്റ് വനിതാവേദി നിലവിലിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 വർഷം പിന്നിടുകയാണ് ഇത്തരത്തിലൊരു കാരുണ്യ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത്. അദ്ദേഹം തുടങ്ങിവെച്ച ഒരു കാരുണ്യ പരിപാടിയാണ് നിലവിലിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.